തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 56-ാം ഡിവിഷനായ പുതൂർക്കരയിലാണ്. അപ്പോൾ ഇന്ന് പുതൂർക്കരയിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. പുതൂർക്കരയുടെ ജനപക്ഷ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മെഫി ഡെൽസനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എവിടം വരെ? പ്രചരണം 4-ാം ഘട്ടത്തിലായി. ആൾക്കാരുടെ ഭാഗത്തുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. വീണ്ടും വരണം, തുടരണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് ഫാമിലി വകയുള്ള ഒരു സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? ഫാമിലി വക സപ്പോർട്ട് വളരെയധികം ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഡിവിഷനിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വികസന പദ്ധതികൾ? ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം 9 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും മുഴുവൻ പൂർത്തിയാകാൻ സാധിച്ചിട്ടില്ല. പൂർത്തിയാക്കണം. അതിൻ്റെ തുടർച്ചയ്ക്കായിട്ടാണ് നമ്മൾ ഇനിയും വന്നിരിക്കുന്നത്. ഈ ഒരു ഭരണവും UDFന് തന്നെ വിജയം നമുക്ക് ഉറപ്പിക്കാം. നാടറിയുന്ന ജനകീയൻ പുതൂർക്കരയിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയൻ മാഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മാഷേ, പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരെ മനസ്സറിയാം. അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ജനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ UDF ആണ് ഭരിച്ചത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വികസനവും നടന്നിട്ടില്ല. മാഷ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കുറിഞ്ഞാക്കൽ പ്രദേശം കേരളം അറിയപ്പെടുന്ന ഒരു മെഗാ ടൂറിസമാക്കി മാറ്റും. ഓരോ പ്രദേശത്തും അവർക്ക് ആവശ്യമായ രീതിയിൽ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് വികസനം നടത്തേണ്ടത്. ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഈ പ്രദേശത്ത് നടപ്പിലാക്കും. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFന് എത്രത്തോളം വിജയം നമുക്ക് ഉറപ്പിക്കാം? തീർച്ചയായിട്ടും കേരളത്തിലെ LDF സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്. പുതൂർക്കരയുടെ തികഞ്ഞൊരു മാറ്റത്തിനായി ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സൗമ്യ അനീഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയുണ്ട് ഇതുവരെയുള്ളൊരു പ്രചരണത്തിൽ? എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് റെസ്പോൺസാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രചരണം കൂടുതൽ ശക്തമാക്കാനും നമുക്കിതുകൊണ്ട് സാധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? പ്രധാനമായും ഓരോ വ്യക്തികളിൽ നിന്ന് തന്നെ വികസനം വരണമല്ലോ. അതാണ് അതിൻ്റെ ഒരു രീതി. നമ്മുടെ മോദി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഓരോ വ്യക്തികളിലും, അതുവഴി ഓരോ കുടുംബങ്ങളിലും, അതുവഴി സമൂഹങ്ങളിലും. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. അതുപോലെ തന്നെ പുതൂർക്കരയിൽ നല്ലൊരു മാറ്റം, വികസനം വരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പുതൂർക്കര. ഓരോ വോട്ട് ഉറപ്പിക്കുവാനുള്ള തീവ്ര പ്രചരണത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. പുതൂർക്കരയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ K. മലയിലിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്.